നമുക്ക് അല്പം സിനിമാ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്കറിയാം, ക്യാമറ കൊണ്ട് എഴുതിയ ഒരു കവിതയാണ് ഒരു മികച്ച സിനിമ. അതെ, ക്യാമറയ്ക്ക് സിനിമാ ലോകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാമറ കൊണ്ട് എഴുതുന്ന കവിതകളാണ് മികച്ച ചിത്രങ്ങളെല്ലാം തന്നെ. നിങ്ങൾ മെൽ ഗിബ്സൺ എന്ന സംവിധായകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രമാണ് അപ്പോക്കാലിപ്റ്റോ. ഈ അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കൂട്ടം നാടക പ്രവർത്തകരെയാണ് സിനിമയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. അവരാകുമ്പോൾ അഭിനയ മികവ് കാട്ടുമെന്ന് ആത്മവിശ്വാസം മെൽ ഗിബ്സണിന് ഉണ്ടായിരുന്നു. മെൽ ഗിബ്സന്റെ അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമ ലോക പ്രശസ്തമാണ്. നാടക അഭിനേതാക്കളാണ് അതിലെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മികച്ച ക്യാമറ ഫ്രെയിമുകളുള്ള മറ്റൊരു ചിത്രം കിംകി ഡൂക്കിൻ്റേതാണ്. കിംകി ഡൂക്ക് എന്ന സംവിധായകൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഓരോ ഫ്രെയിമും വളരെ മനോഹരമായി ഒരു പെയിൻറ്റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കിംകി ഡൂക്കും ഇതുപോലെ ക്യാമറ കൊണ്ട് കവിത എഴുതുന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. മികച്ച ആർട്ട് ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് കിംകി ഡൂക്കിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രത്യേകത അതിലെ ദൃശ്യ ഭംഗി തന്നെയാണ്. ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു മികച്ച ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ചെറു സിനിമ എങ്ങനെ ചിത്രീകരിക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിളായ സ്റ്റെപ്പുകൾ, എന്നാൽ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു മികച്ച ചിത്രം എങ്ങനെ എടുക്കാമെന്ന് പഠിക്കാം. ആദ്യത്തെ കേസ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഒരു കോട്ടൺ തുണിയോ മറ്റോ കൊണ്ട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ സിനിമ എടുക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യുക? ക്യാമറയുടെ പാർട്ട് ക്ലീൻ ആക്കുക. മികച്ച ദൃശ്യ ഭംഗി ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തത്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണം എടുക്കേണ്ടത്. ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണം വെക്കേണ്ടത്. അതുപോലെ മൊബൈൽ ഫോൺ ഇപ്പോൾ നമുക്കറിയാം ധാരാളം ട്രൈപോഡുകൾ വിപണിയിൽ അവൈലബിൾ ആണ്. ട്രൈപോഡ് ഉപയോഗിച്ച് തന്നെ സിനിമ എടുക്കുകയാണെങ്കിൽ ആ ഫ്രെയിമിന് ഷേക്ക് വരില്ല. മികച്ച നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റി അതിന് കൈവരിക്കാൻ പറ്റും. അതുകൊണ്ട് ട്രൈപോഡുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ വളരെ വില കുറഞ്ഞ 750-800 രൂപ ആ റേഞ്ചിൽ തന്നെ ട്രൈപോഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൊബൈൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഷേക്ക് ഇല്ലാത്ത വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോഴുള്ള മികച്ച മൊബൈൽ ഫോണുകളിലെല്ലാം തന്നെ 4K ക്വാളിറ്റിയിൽ വീഡിയോ മോഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് വീഡിയോ സെറ്റിങ്സിൽ പോയിട്ട് 4K മോഡിലോട്ട് ആക്കാൻ നോക്കുക. അത് മികച്ച ക്വാളിറ്റിയുള്ള ഫിലിം നമുക്ക് കിട്ടുന്നതിന് സഹായകമായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ എയർപ്ലെയിൻ മോഡിലോട്ട് മൊബൈൽ ഫോണിനെ മാറ്റുക. അതാകുമ്പോൾ നമുക്ക് മറ്റ് കോളുകളോ മറ്റ് ഡിസ്റ്റർബൻസോ ഒന്നും വരില്ല. ഓർക്കുക, എയർപ്ലെയിൻ മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓർക്കുക, എയർപ്ലെയിൻ മോഡ്. അടുത്തതായി നാം ആലോചിക്കേണ്ടത്, മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എഡിറ്റിംഗ് പറ്റുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ടൈം മാസ്റ്റർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ മികച്ച രീതിയിൽ നമുക്ക് ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, മികച്ച ആർട്ട് ഫിലിമുകളിലെല്ലാം മറ്റൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മികച്ച ആർട്ട് ഫിലിമുകളിലെല്ലാം സംഭാഷണം കുറവായിരിക്കും. കൂടുതലും ഇമേജുകളും സിമ്പലുകളും യൂസ് ചെയ്തായിരിക്കും ആർട്ട് ഫിലിമുകൾ വർക്ക് ചെയ്യുന്നത്. സംഭാഷണങ്ങൾ കുറഞ്ഞാലുള്ള പ്രത്യേകത, അതിന് നമുക്ക് മികച്ച ദൃശ്യ അനുഭവം ആ സിനിമയിലുണ്ടെങ്കിൽ
ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ നമുക്ക് കിട്ടും. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ഇപ്പോൾ ഞാനൊരു സിനിമ എടുക്കുകയാണ്, അതിൽ കൂടുതലും മലയാളം ഡയലോഗുകളാണെങ്കിൽ ആ സിനിമ കൂടുതലും ആസ്വദിക്കുന്നത് മലയാളികൾ മാത്രമായിരിക്കും. എന്നാൽ ഡയലോഗുകൾ കുറച്ച് ആക്ഷനും വീഡിയോ കണ്ടൻറ്റും കൂട്ടുകയാണെങ്കിൽ, അതായത് സംഭാഷണങ്ങൾ കുറച്ചിട്ട് നല്ല നല്ല സീനുകളും ഒറിജിനലായിട്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെയാണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഭാഷ ഒരു പ്രശ്നമാവില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ മിസ്റ്റർ ബീൻ സിനിമകൾ നമുക്കറിയാം. മിസ്റ്റർ ബീൻ സിനിമകളുടെ പ്രത്യേകത എന്താണ്? നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുന്ന മിസ്റ്റർ ബീൻ സിനിമകളിൽ സംഭാഷണം കുറവാണ്, കൂടുതലും ആക്ഷനുകളാണ്. ഇത്തരം സിനിമകൾ ലോക ശ്രദ്ധ പെട്ടെന്ന് തന്നെ ആകർഷിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണ്? സംഭാഷണം കുറവ്, ആക്ഷൻ കൂടുതൽ. ആക്ഷൻ ആകുമ്പോൾ ഏത് രാജ്യക്കാർക്ക് വേണോ, ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണോ ആ സിനിമ ആസ്വദിക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിളാണ് ചാർലി ചാപ്ലിൻ്റെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട്. അതിലും സംഭാഷണം കുറവാണ്, കൂടുതലും ആക്ഷനാണ്. അതുപോലെ ഒരു മികച്ച ഇൻ്റർനാഷണൽ ഫിലിം നിങ്ങൾക്ക് ചിത്രീകരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സംഭാഷണം കുറച്ചതിന് ശേഷം ആക്ഷനുള്ള രംഗങ്ങൾ കൂട്ടുക എന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു മികച്ച ഷോർട്ട് ഫിലിം നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ ചിത്രീകരിക്കാൻ പറ്റും.